എന്താ ഇന്ന് ഇത്ര വലിയ ആലോചന? അല്ല നസീറ, ഉം, ഞമ്മക്കിപ്പോ കുട്ടിയോള് 2ആയി. ഉം. 1 വർഷം കൂടെ കഴിഞ്ഞാ അത് 3ആവും. എങ്ങനെ എങ്ങനെ? എന്റെ നസീറ, അടുത്ത വർഷവും ഞമ്മക്ക് കുഞ്ഞു പറക്കുമല്ലോ. അതാ ഞമ്മൾ ഉദ്ദേശിച്ചത്. അതാ ഇപ്പൊ നന്നായേക്കണ. അടുത്ത വർഷം കുഞ്ഞു പറക്കൂന്ന് ഇങ്ങളോടാരാ പറഞ്ഞ്? മതി, ഈ 2 കുട്ടികളും മതി. നല്ല പൂതിയാണല്ലോ. ഇതാ നസീറ, പടച്ചോൻ തരണേനെ ഞമ്മളായിട്ട് തടുക്കാൻ പാടില്ല. 3ഓ 4ഓ 5ഓ എത്ര കുട്ടികളാണെങ്കിലും ആയിക്കോട്ടെ, അത് പടച്ചോന്റെ കുതിരത്താണ്. ശരി, ഇങ്ങളിപ്പൊ പറയാൻ വന്നത് എന്താണ്? അത് പറയേ. അല്ല നസീറ, ചെലവുകൾ കൂടണ്, അതിനനുസരിച്ച് വരുമാനവും വേണം. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ച ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. ഈ കേട്ടിട്ടില്ലേ അത്? നമ്മുടെ കച്ചവടം ഒന്നുകൂടി ഉഷാറാക്കണം. സ്വർണം കിട്ടും. ദുബായിൽ നിന്നൊക്കെ ബ്ലാക്കിൽ സ്വർണം കൊണ്ടുവരണവരെ നമുക്കറിയാം. ഓര് നമുക്ക് സ്വർണം തരികയും ചെയ്യും. പക്ഷേങ്കില് നമ്മുടെ അടുത്ത് കായില്ല. പണത്തിന് പണം തന്നെ വേണമല്ലോ. പക്ഷെ ഒരു കാര്യം നമ്മൾ ഉറപ്പ് പറയാം, സ്വർണ്ണ കച്ചവടം സ്വർണം പോലെ തന്നെയാണ്. ഒരിക്കലും മാറ്റു കുറയൂല. കടായിട്ട് വാങ്ങണ പൈസ 3-4 മാസമായിട്ട് നമുക്ക് തിരികെ കൊടുക്കാം. പക്ഷേ ഞമ്മക്കാരാ പണം കടം തരാന്? നമ്മുടെ കയ്യിലുള്ള സ്വർണവും പണ്ടൊക്കെ ഇങ്ങക്കും കൂടി അവകാശപ്പെട്ടതല്ലേ? അത് മാത്രം പോരാ, പിന്നെയും വേണം പണം. ആരെങ്കിലും വായ്പ തന്നാല് ഓരതിന് ആധാരം ചോദിക്കും. നമ്മൾ എന്ത് ആധാരം കൊടുക്കും? ഈ വലിയ വലിയ കച്ചവടത്തിന്റെ കാര്യമൊന്നും ഞമ്മക്കറിയൂല. പറഞ്ഞാലതൊന്നും തിരിയേയില്ല. ഈ നിസാമും പിള്ളേരും നന്നായിരിക്കണം, അത്രേ ഉള്ളൂ. സ്വർണക്കട വലുതാക്കാൻ ഒരു തടസ്സം നിന്നു വേണ്ട. ഞമ്മളായിട്ട് ഒരു വിഷമവും അനക്കും നിസാമിനും ഉണ്ടാക്കേയില്ല. ഇതിപ്പോ ഇതിന്റെ അകത്തിരുന്നോണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലല്ലോ. ഈ ഇതുകൊണ്ട് നിസാമിന് കൊടുക്കേ. ഇവിടെ ഉള്ളതല്ല അനക്കുള്ളതല്ലേ. ഈ ആധാരം പണയം വെച്ച് കിട്ടുന്ന കാശുകൊണ്ട് കച്ചവടം മെച്ചമാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെന്നേ. പക്ഷേല് ഒരു കാര്യം ഓർമ്മ വേണം, ചോര നീരാക്കി കിട്ടിയ പണം കൊണ്ടാണ് ബാപ്പ ഈ മണ്ണ് വാങ്ങിയതും പുര വെച്ചതും. അത് മണ്ണായി പോകരുത്. ഇല്ലുമ്മ, ഇതൊരിക്കലും ഇല്ലാണ്ടാവൂല. കൂടിയ 6 മാസം, അതിനുള്ളില് ആധാരം തിരികെ എടുത്ത് തരാമെന്ന് ഇക്ക വാക്കു പറഞ്ഞിട്ടുണ്ട്.
നമ്മളെ നിസാമല്ലേ ഇത്? ഏതാ പെണ്ണ്? അല്ല ഷുക്കൂറേ, ഈ കൊറേ നേരം ആയല്ല ഇവിടെ കിടന്ന് തിരിഞ്ഞു കളിക്കാൻ തുടങ്ങിയിട്ട്. പറയാനുള്ളത് എന്താന്ന് വെച്ചാ ഈ തൊള്ളോർന്ന് പറയണണ്ട. അല്ല ഇപ്പൊ ഞമ്മളിതെങ്ങനെ പറയല്? മലയാളത്തില് ഈ ആളെ വട്ടം ചുറ്റിക്കാണ്ട് കാര്യം പറയുന്നു. താത്താ, നമ്മടെ നിസാമുക്കാന്റെ പോക്ക് അത്ര ശരിയല്ലോ. ഇക്കായ്ക്ക് എന്താടാ ഒരു കുഴപ്പം? ഓരോരു പെണ്ണിന്റെ ഒപ്പം കറങ്ങുന്ന ഞമ്മള് കണ്ട്. ഇതാണോ ഇത്ര വലിയ കാര്യം? ഓരേത് പെണ്ണിന്റെ ഒപ്പം കറങ്ങിന്നാണ് ഈ പറയണത്? എടാ, ഒരു വലിയ കച്ചവടമൊക്കെ നടത്തണോരാ. അവിടെ ആണെന്നും പെണ്ണെന്നും ഉള്ള വ്യത്യാസമൊന്നും ഉണ്ടാവൂല. ഓരോടൊപ്പം ഈ ഏതേലും പെണ്ണിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഓരോടെ സ്റ്റാഫോ മറ്റോ ആവും. ഇതങ്ങനെ അല്ല താത്ത, അങ്ങനെ അല്ല ആളുകൾ പറയണത്. ഞമ്മള് ഓളെ പലവട്ടം പലയിടത്തും വെച്ച് കണ്ടേക്കണ്. ഓരോരുടെ സെറ്റപ്പ് എന്നാ ടൗണിലുള്ളവർ പറയണത്. പടച്ചോനാണ് സത്യം. ഓളോനെയും കൊണ്ടേ പോവൂ. ഇങ്ങള് നോക്കിക്കോളി. ഈ വെറുതെ ഓരോന്ന് പറയാണ്ട് ഇവിടുന്ന് കടന്നു പോടാ. ഇക്കായ്ക്ക് നല്ല ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു കട്ടൻ ചായ എടുക്കട്ടെ? ഇക്ക, ഇക്ക, നിങ്ങക്കെന്തോ ഒരു വല്ലാത്ത മണം. മണോ? ആ മണം. അത് അത്തറിന്റെ ആവും. ഇത് അത്തറൊന്നും അല്ല ഇക്ക, ഇതൊരു പെണ്ണിന്റെ മണോ. പെണ്ണിന്റെ മണോ? അനക്ക് പ്രാന്താണ്. ഞമ്മക്ക് പ്രാന്തൊന്നുമില്ല, ഇത് പെണ്ണിന്റെ മണം തന്നെയാ. ആരാ ഓള്? ഏത് ഓള്? നിങ്ങൾ കൊണ്ടു നടക്കുന്ന പെണ്ണ് ഏതാണെന്ന്. നസീറ, ഈ വേണ്ടാത്ത വർത്താനൊന്നും പറയണ്ട. നിങ്ങൾ പറയ, ആ പെണ്ണ് ആരാ? നമ്മളെല്ലാം അറിയണുണ്ട്. നിങ്ങളെ നമ്മളെ മറന്നുള്ള എല്ലാ കളിയും അറിയണുണ്ട്. ആരാ ഓള്? ഓളോ? ആ ഓള് തന്നെ, നിങ്ങൾ കൊണ്ടു നടക്കണ ആ പെണ്ണ്. എന്നോടാരായി വേണ്ടാത്തൊക്കെ പറഞ്ഞേ? അതാരും ആയിക്കോട്ടെ, നമ്മൾ കേട്ടത് സത്യമല്ലേ? ഏതാ പെണ്ണ്? നമ്മള് പല പെണ്ണുങ്ങളെയും കൂടെ കൊണ്ടു നടക്കും, പല പെണ്ണുങ്ങളെയും കിടത്തി പൊറപ്പിക്കും. അത് ചോദിക്കാൻ ഈ ആരടി?
അപ്പൊ നമ്മൾ ആരുമല്ല ആകത്ത് കിടക്കണ കുഞ്ഞുങ്ങൾ ആരുമല്ല. ഏതാ പെണ്ണ്? നമ്മളെക്കാൾ ഇങ്ങക്ക് വലുതായ ആ പെണ്ണ് ഏതാണെന്ന് അത് ഞമ്മക്കറിയണം. ഈ നിശാമിനെ ചോദ്യം ചെയ്യാൻ എന്റെ മയ്യത്തോടെ വീഴും. അയ്യ മാമ, മടുത്ത്. ഇനി അയാളോടൊപ്പം കഴിയാൻ എനിക്കാവൂല. 3 കുട്ടികളായിപ്പോയി. ഇല്ലെങ്കിൽ വല്ല വിഷവും കഴിച്ച് ചത്തന്നെ. ഈ വെറുതെ ഓരോന്ന് ചിന്തിക്കണ്ട. നമ്മൾ ഓനെ ഒന്ന് ഉപദേശിച്ച് നോക്കാം. ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല മാമ. ഓരോന്നും കേൾക്കൂല. നമ്മൾ എത്രയോ വട്ടം പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ച് ഒന്നിലും ഒരു കാര്യമില്ല. എന്തേലും പറഞ്ഞ ഓര് നമ്മളെ തല്ലും തൊഴിക്കും. ഓര് നമ്മളെ തല്ലാത്ത ഒരു ദിവസം ഇല്ല ഇപ്പൊ. എന്റെ മക്കളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല ഓർക്കിപ്പോ. വിളിച്ചാ ഫോൺ എടുക്കൂല. ഇപ്പൊ തന്നെ ഇളയ കുഞ്ഞിന് വയ്യാണ്ടായിട്ട് നമ്മൾ എത്ര വട്ടം വിളിച്ച് ഓരത് കാണാത്തോണ്ട ഓര് വിളിക്കൂല. നമ്മുടെ കുഞ്ഞല്ലേ, നമുക്കങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? നമ്മൾ ഏതായാലും കുഞ്ഞിനെ ആശുപത്രി കാണിക്കും. ഈ ഏതായാലും നിരാശപ്പെടരുത് മോളെ. ഒരു കുഴി ഉണ്ടെങ്കിൽ ഒരു കുന്നുണ്ടാവും. എൻ്റെ വിഷമൊക്കെ മാറും. നിസാമിൻ്റെ സ്വഭാവം മാറും. മാറ്റിയെടുക്കാൻ നമുക്ക്. നല്ല കാലം വരും. നമ്മൾ ഏതായാലും ഓനെ ഒന്ന് കാണുന്നുണ്ട്. ആ കുട്ടി എടുത്തോളി. വേണ്ട വേണ്ട, വാ വാ വാ, കരയല്ലേ. എത്ര? 30 രൂപ. വേണ്ട വേണ്ട വേണ്ട, കരയല്ലേ. കരയാതെ കരയാ. ഇല്ല 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 ഇല്ല, കരയല്ലേ കരയല്ലേ. അജ്മലിനെ ഡോക്ടർ വിളിക്കുന്നു. ഓ ഓ ഓ ഓ, വാ അങ്ങോട്ട്. ഇക്ക വിളിക്കും, എടുത്തോണേ. ശരി എത്താ. വരൂ, ഇരിക്കൂ. ഓ ഓ, എന്താ അജ്മൽ, എങ്ങനെയുണ്ട്? ഒട്ടും കുറവില്ല ഡോക്ടർ. ഓ ഓ ഓ ഓ, പോ. ആന്റിബയോട്ടിക് കൊടുക്കേണ്ടി വരും കേട്ടോ, കുറച്ച് തരാം. ശരി. ഓ ഓ ഓ ഓ ഓ, ഇത് ഇവിടെ ഉണ്ടാവില്ല, പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും. ശരി ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. വെൽക്കം. വാ പോവാമോ നമുക്ക്? വേണ്ട വേണ്ട വേണ്ട. ഓ ഓ ഓ ഓ ഓ, ഞാൻ മരുന്ന് വാങ്ങിയിട്ട് വരാം. ഓ വാ വാ ഓ, കരയില്ലടാ മോനെ. വാ വാ ഓ, കരയില്ലടാ കരയില്ലടാ പൊന്നെ. വാ വാ ഓ, ഈ കരയില്ലേ. വാ വാ ഓ, വാ വാ ഓ. 1763. ഓ, പൈസ തികയൂല. ഞാൻ പോയി പൈസ എടുത്തിട്ട് വരാം. ഓക്കെ. ശരി. വാ വാ ഓ, വാ വാ ഓ. പണം തികയൂല. നമുക്ക് ഇക്കാനെ കണ്ട് പണം വാങ്ങിയിട്ട് വരാം. ഓ ഓ ഓ ഓ ഓ, വാ 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 വാ. വേണ്ട കരയല്ലേ. ഓ ഓ ഓ ഓ. മാഡം പ്ലീസ്, ഇപ്പൊ അകത്തേക്ക് പോകാൻ കഴിയില്ല. അതെന്താ? നമ്മക്കിപ്പൊ അത്യാവശ്യമായിട്ട് ഇക്കാനെ കണ്ടേ പറ്റൂ. അത് സാറിപ്പോ ഒരു മീറ്റിംഗിലാണ്. എത്ര വലിയ മീറ്റിംഗ് ആണെങ്കിലും നമ്മക്കൊരെ കണ്ടേ പറ്റൂ. ആരെയും ഇപ്പൊ അകത്തേക്ക് കടത്തിവിടണ്ടെന്നാ പറഞ്ഞേ. കുഞ്ഞിന് തീരെ സുഖമില്ല.
നമുക്ക് ഒരേ കണ്ടേ പറ്റൂ. ഈ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അന്നാരെ ഇങ്ങോട്ട് കടത്തി വിട്ടെ? നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചതിയനാണെന്ന് നമ്മൾ കരുതിയില്ല. ഇതാ, ഈ വേറെ ഓട്ടോ പിടിച്ച് മക്കളെയും കൂട്ടി നമ്മുടെ പുരയിലോട്ട് വാ. ശരി. പടച്ചോന്റെ സ്ഥാനത്തായിരുന്നു നമ്മളാ മനുഷ്യനെ കണ്ടിരുന്നത്. എന്നിട്ടും ഒരു നമ്മളോട് ഈ ചതി കാണിച്ചല്ലേ റബ്ബേ. മോളെ നസീറേ, നീ കാണാൻ പാടില്ലാത്തത് കണ്ടു, സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. ഇതിന്റെ പേര് നീ നിസാമിനെ ഉപേക്ഷിക്ക് ഇവിടെ വന്ന് നിന്നാലേ ഈ കുട്ടികളുടെ ഭാവി എന്താകും? അത് നമ്മൾ ചിന്തിക്കട്ടെ. ജീവിതമാകുമ്പോ ഇങ്ങനെ ചിലതൊക്കെ സംഭവിച്ചെന്നിരിക്കും. നീ അതൊക്കെ കണ്ടില്ല കേട്ടില്ലെന്ന് വെക്കണം. അതെല്ലാം മറക്കണം മോളെ. ഇറങ്ങിക്കോളി. ഏതായാലും ഈ ബന്ധം കൊണ്ടുവന്നത് അവൂക്കയാണല്ല. അവൂക്കയോട് പറഞ്ഞ് നമുക്കൊരു സമാധാനം ഉണ്ടാക്കാം. പടച്ചോനെ, എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ല. നസീറ, നസീറ, ഞമ്മള് ജമാഅത്തിന്ന് വരിക. ഇമാം ഇങ്ങക്കൊരു കത്ത് തന്നിട്ടുണ്ട്. ഒന്നാം തലാക്ക്, രണ്ടാം തലാക്ക്, മുത്തലാക്ക് ചൊല്ലി നിസാം നസീറയെ മൊഴി ചൊല്ലിയിരിക്കുന്നു. എന്താ മോളെ, എന്താ കത്തില്ലേ? എന്റെ റബ്ബേ, എന്റെ മോളെ ചതിച്ചല്ലേ. എടാ മഹാഭാവി, ഇതെന്റെ മോളോട് തന്നെ വേണമായിരുന്ന. പൊന്നാണെന്ന് വിചാരിച്ച് കയ്യിലെടുത്തത് കാക്ക പൊന്നായി പോയല്ലോ എന്റെ പഠിച്ചോനെ. മോളെ, എന്റെ പൊന്നുകാരല്ലടാ. എന്നാലും ഓൻ കാട്ടിയത് വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയി. മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴാണ് ചെയ്ത്താൻ കയറി വരിക്കണമെന്ന് ആർക്കും അറിയില്ലല്ലോ. ഓരോന്ന് ചെയ്തു കഴിഞ്ഞിട്ടല്ലേ അതിൻ്റെ വരും വരായികളെ കുറിച്ച് ചിന്തിക്കുന്നത്. മോള് വിഷമിക്കണ്ട. മഹല് കമ്മിറ്റിയിൽ പറഞ്ഞൊരു തീരുമാനം എടുപ്പിച്ചോളാം. മഹല് കമ്മിറ്റിക്കാരും നാട്ടുകാരും നമ്മളെ ചതിക്കില്ല. നാളത്തെ മഹല്ല് കമ്മിറ്റിയുടെ തീരുമാനം അനക്കെതിരാവുമോ നിസാമേ? ഈ പണം ഇമാമിനെ ഏൽപ്പിച്ചാ മതി. അത് ഞമ്മളേറ്റ്. അപ്പൊ നാളെ മഹല്ല് കമ്മിറ്റി കാണാം. ഓക്കെ.